ലോകത്ത് ഒരു പിതാവിനും വിനുവിൻ്റെ തന്ത ജോണിൻ്റെ അവസ്ഥ വരുത്തരുതേ. എന്താണ് അങ്ങനെ പറഞ്ഞതെന്നല്ലേ? ഒരു പുത്രന് ജന്മം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ നാട്ടുകാരെ കൊണ്ട് ഈ രീതിയിൽ അനുസ്മരിക്കുന്ന മറ്റൊരു മകൻ നമ്മുടെ നാട്ടിൽ ജനിച്ചു കാണില്ല. പ്രത്യേകിച്ച് മുതലാളി അടിമയായിട്ട് മുതലാളി ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയെല്ലാം ഒരു ഫാൻസി ഡോഗായിട്ട് കുരയ്ക്കാൻ നടക്കുന്ന മകൻ. ആ മകൻ മുതലാളിക്ക് പണമുണ്ടാക്കാൻ നടത്തുന്ന കുരച്ചിലിന് മുഴുവൻ പഴി കേൾക്കുകയും മുഴുവൻ തെറി കേൾക്കേണ്ടി വരുന്ന ഒരു പിതാവ് കേരളത്തിൽ വേറൊന്നുണ്ടാകില്ല എന്ന് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏഷ്യാനെറ്റിൽ നടത്താൻ പോകുന്ന ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മുതലാളിയുടെ ഉറ്റ അനുയായിയായിട്ടുള്ള ആളെ ന്യായീകരിക്കുക, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. വീണത് ആര് എന്നാണ് ന്യൂസ് അവറിലെ ചർച്ച എന്ന രീതിയിൽ ചോദ്യമായി ഉന്നയിച്ചത്. ശിവനേ, അതിൻ്റെ കമൻ്റ് കയറി വായിച്ച ജോൺ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെങ്കിൽ ആദ്യം വന്നൊരു കവളിമടലെടുത്ത് വിനുവിൻ്റെ മണ്ട അടിച്ച് കീറുന്ന അവസ്ഥ ഉണ്ടായത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വീണതാര് എന്ന ചോദ്യത്തിന് നിൻ്റെ തന്ത എന്നുള്ളതാണ് ഒരു കമൻറ്റ്.